അമ്മേ, അമ്മയുടെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും കൂടെ മോനല്ലേ. അവനെ എന്റെ കൂടെ വിടമ്മേ. ഞാൻ അവനെ ബോംബെ കൊണ്ടുപോയിട്ട് നല്ലൊരു മനുഷ്യനാക്കാമ്മേ. കൺവിൻസ് ചെയ്ത് കഴിഞ്ഞെങ്കിലേ വാ നമുക്ക് പോവാം. പെണ്ണ് കാണാൻ സമയമായി. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛനെവിടേക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന്. അത് വേണ്ട, അത് വേണ്ട, നമുക്ക് ഒന്നിച്ച് പോകുന്നു. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് பழைய குப்பி பாத்திரை பாட்டே, பழைய குப்பி பாத்திரை பாட்டே. அண்ணே ஆக்கரி இருக்குமா? அம்மா ஏதாவது ஆக்கு கிடைக்குமா? വാളപ്പഴം എടുക്കാതെ, വാളപ്പഴം എടുക്കാതെ. ആക്കറി ആക്കറി. അളിയ ഒരു 2 കോടി ഈട അളിയാ. വൈകിട്ട് ഞാൻ വന്നു കഴിയുമ്പോഴേ സെറ്റിൽ ചെയ്യാം. എക്സ്പോർട്ടിങ്ങിന്റെ പരിപാടിയാ. ഓ ആണല്ലയോ മോളെ, നീ താമസിപ്പിക്കണ്ട, ചായ എടുക്ക്. മോളെ ഞാൻ ബോംബെ കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ പൊന്നുപോലെ നോക്കാം. പേടിക്കണ്ട, മോടെ കാര്യം ഇവൻ ഏറ്റ്. ഇവൻ കൺവിൻസിങ് അല്ലയോ? അല്ലയോ? അത് മോന്റെ സംസാരം കേട്ടപ്പോഴേ ഞങ്ങള് കൺവിൻസിങ് അല്ലയോ? അച്ഛനെ എന്റെ ബിസിനസ് ഞാൻ പാർട്ണറാക്കാം. പാതി ഷെയർ അച്ഛനുള്ളതാ. അപ്പൊ അതിന്റെ കാര്യത്തിലും തീരുമാനമായി. എല്ലാം നന്നായിട്ട് വരണേ അമ്മേ. എരുത്തിലേന്നാന്ന് തോന്നുന്നു, പശുവിനെ കറക്കാൻ സമയമായി. തമ്പി സാർ, തമ്പി സാർ. അതെ, ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടേലാവാ. ഞാൻ ഇപ്പൊ വരാവേ. സാധാരണ ഞാനാ ഇത് പറയാറുള്ളത്. അച്ഛനോട് ഇരി, ഞാൻ ആ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തുവാ അകത്തൊരു നല്ലൊരു ചടങ്ങ് നോക്കും. മിണ്ടായി. തമ്പി സാർ, ഉങ്ങൾക്കിട്ടേ ഒരു പ്രമാദമാണ് വിളക്ക് ഇറുക്ക് ഇല്ലയാ? അതിനല്ലേ ഇവിടെ തന്നെ വിളിച്ച്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ അകത്ത് മോടെ നിശ്ചയം നടന്നുകൊണ്ടിരിക്കും. താൻ പോയിട്ട് പിന്നെ വാ. പടി சொல்லக்கூடாது. நான் இந்தக்கு ஊருக்கு திரும்ப போயிடும். പിന്നീട് 1 മാസം കഴിഞ്ഞിട്ടാ വരും. എടാ, നിങ്ങൾ ട്രിപ്പ് എവിടാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യടാ. മണാലിയോ കൂർക്കോ കാശ്മീരോ. ഞാൻ വന്നിരിക്കോടാ. കൺവിൻസ്ഡ് അല്ലേടാ? അല്ല, ഇത് ഇവിടുത്തെ പോണല്ലയോ? അതിനെന്തോ ആർക്കായാലും പറക്കി കൺവിൻസ് ചെയ്താ പോലെ. എടോ, വേറെ ഇവിടെ കിടക്കുന്ന പപ്പും പൂടയും വല്ലതും എടുത്തോണ്ട് പോയി. ഇത് ഞാൻ പിന്നെ ഡീൽ ചെയ്യാ. ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുവല്ലയോ. മുന്നാടി சொன்னது 4000 അല്ലയാ, 10,000 തരും. 10,000 എന്തോ കാണിക്കോടോ. കുറെ നേരം കൂടി ഞങ്ങൾ അവിടെ വന്ന് ഇരിക്കുമല്ലയോ. അകത്തൊരു നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുമല്ലയോ. അന്നേരം വന്ന് ഈ ആക്രിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇയാളെ പറഞ്ഞു വിട്ടിട്ട് വാടോ. ചേട്ടൻ എപ്പോഴും എയർപോർട്ട് വെക്കും അല്ലേ? ഒരുത്തനെ ഡീൽ ചെയ്യാൻ പോയതാ, പക്ഷെ അവൻ എന്നെ ഡീൽ ചെയ്യും. അവനൊട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. സാധനം കിടച്ചാത്താ ഞാൻ ഇങ്ങിരുന്ന് പോകും. അല്ല, ഇതാരാ? അയ്യോ, ഇതിന്റെ ചേട്ടനാ, ഗൾഫിലാ. എൻ താത്ത, പെരിയമ്മ, പെരിയത്ത എല്ലാം ഇങ്ങ വന്നാ ആക്രി പറക്കിട്ട് ഇരിക്കേ. ആ വിളക്കിങ്ങീത്താ. നമ്മുടെ കല്യാണം കഴിയട്ടെ, പുള്ളി നമുക്ക് ബോംബെ കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയി സെറ്റിൽ ആക്കാവുന്നേ. നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ഞങ്ങൾക്ക് ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല. ഞങ്ങളുടെ കൾച്ചറിനെ പറ്റിയ പെണ്ണൊന്നും അല്ല ഇത്. സാധനം കിടച്ചാത്താ ഞാൻ ഇങ്ങിരുന്ന് പോകും. ഓ, തന്നോടല്ലൂടെ ഒന്ന് പോവാൻ പറഞ്ഞേ. സുരേഷ് കൃഷ്ണ സാറെന്താ ഇവിടെ? സാറോ? ഇതാരാ? ഇതാ എന്റെ മുതലാളി. അപ്പൊ നീ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി റീഫർബിഷൻ ചെയ്ത എക്സ്പോർട്ട് ചെയ്തല്ലേ? തമിഴ്നാട്ടിൽ 1000 ഏക്കർ വസ്തു, അതുപോലെ 4 കമ്പനി, 4 ബംഗ്ലാവ്, കുറഞ്ഞത് ഒരു 2000 കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യനായി നിൽക്കുന്നത്. അതെ അതെ, ഈ കല്യാണം നടക്കത്തില്ലെന്നാ തോന്നുന്നത്. നിങ്ങൾ അയാളുടെ ബോസ് അല്ലയോ? ഒന്ന് കൺവിൻസ് ചെയ്യാവോ? വിളക്ക് കിടക്കുമാ? വിളക്ക് നീ നിന്റെയാ, കേറി അങ്ങ് എടുത്തോ. വിളക്കൂതി. ഇവിടെ ഒരു പെണ്ണ് കാണാൻ വന്നത്. ഈ ബന്ധത്തിനോട് ഞങ്ങൾക്ക് താല്പര്യം. அப்படி சொல்லக்கூடாது. உனக்கு விளக்கு வேணுமா? വിളക്ക് വേണം, ഇന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള. നീ കല്യാണത്തിന് സമ്മതിച്ചാ എനിക്ക് വിളക്ക് കിടക്കും. എനിക്ക് വിളക്ക് കിടച്ചാ ഉനക്ക് വിളക്ക് കിടക്കും. ഉനക്ക് വിളക്ക് കിടച്ചാ എക്സ്പോർട്ട് பண்ண முடியும். கன்வின்ஸ்டா? ரொம்ப கன்வின்ஸ்டு. வா விளக்கெடுക്കാം. விளக்குங்க, விளக்குங்க. വിളക്കെന്തേടി? ചത്താടി ഞാൻ പറയത്തില്ല. അത് എല്ലാരും പോയോ? ഇല്ല, വെളി നിപ്പുണ്ട്. ഒരു സെക്കൻഡ്.
നിങ്ങൾ അയാളുടെ ബോസ് അല്ലയോ, ഒന്ന് കൺവിൻസ് ചെയ്യാവോ? വിളക്ക് കിടക്കുമാ. വിളക്ക് നീ നിന്റെയാ, കേറി അങ്ങ് എടുത്തോ. നീ കല്യാണത്തിന് സമ്മതിച്ചാ എനിക്ക് വിളക്ക് കിടക്കും, എനിക്ക് വിളക്ക് കിടച്ചാ ഉനക്ക് വിളക്ക് കിടക്കും, ഉനക്ക് വിളക്ക് കിടച്ചാ എക്സ്പോർട്ട് പണ്ണ മുടിയും. കൺവിൻസ്ഡാ? ബാനം കുളിച്ചോടാ. നീ ഒരു കാര്യം ചെയ്യും, ഈ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരാം. അതേ സ്വന്തം ഇതിനകത്തുണ്ടോ? ആ ഉണ്ട്. അന്ന് ഞാൻ വണ്ടി കൊണ്ട് വെച്ചിട്ട് വരാം. പോയിട്ട് വരണേ. എന്തൊരു വെയിറ്റ്. വിളക്കില്ലാതെ എപ്പടി കല്യാണം നടക്കാൻ കൺവിൻസ് പണ്ണ മുടിയും? വിളക്കില്ലാതെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. അതെ, വിളക്ക് വിറ്റിട്ട് കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാലും ഈ ചേട്ടൻ എന്ത് ചെയ്യും? ചേട്ടൻ വന്നേരം പോവായിരുന്നു. യഥാർത്ഥ കൺവീനിങ് സ്റ്റാർ ഞാനല്ല, അവനാ അവൻ. നീ ഒരു കാര്യം ചെയ്യും, ഈ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരാം. മനസ്സിലായോ എന്താ നിന്നെ കേരളത്തിൽ മാത്രം നിർത്തി പഠിപ്പിച്ചെന്ന്? മനസ്സിലായി പപ്പ. നമ്മുടെ കള്ളക്കളി അവർക്ക് നല്ല കൺവിൻസ്ഡ് ആണല്ലേ? അതെ.